ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് അരിപ്പൊടി വെച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം എന്ന കണക്കിലാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടിയാണ്, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് പകരമായിട്ട് സാധാ നോർമൽ പൊടി സാധാ മുളക് പൊടി ആയാലും കുഴപ്പമില്ല. അത്യാവശ്യം എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കായപ്പൊടി, അതുപോലെ തന്നെ ചെറിയ ജീരകം അതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായപ്പൊടിയും ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇതുപോലെ തിളച്ച് വന്നാൽ നമുക്കതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതവിടെ 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1.5 കപ്പ് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു പൊടി ഒന്ന് വാട്ടിയെടുക്കുക. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്ന ഒരു കണക്കിൽ അതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കുക. നല്ലോണം ഒരു പൊടിയൊക്കെ നല്ലോണം വെന്ത് വരണം. അപ്പോൾ അരിപ്പൊടി ഇതുപോലെ ഒന്ന് വാട്ടിയടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊരു ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് പരത്തിയെടുത്തിട്ട് നല്ലോണം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് അങ്ങ് തണുക്കാനായിട്ട് വെക്കേണ്ട. ഒരു ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വേണം നമുക്കൊരു പൊടിയൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുഴുങ്ങിയെടുത്ത ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വല്യുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു വല്യുള്ളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലോണം നൈസായിട്ട് ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ലോണം സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്കും അത് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഓൾറെഡി ആ ഒരു മാവൊക്കെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ബാക്കിയുള്ള സാധനം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ട് ഒരു മാവാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 2 പോർഷനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. കൗണ്ടർ ടോപ്പ് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് വേണം ഇത് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ പരത്തി എടുക്കുന്നതിന് മുന്നായിട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് കട്ടിക്കാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ നേരെ ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും ചെയ്യും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഒരു നല്ലൊരു കളറായി വന്നാൽ, നല്ലൊരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ഒന്നും ഇല്ലാത്ത ടൈമിലൊക്കെ നമുക്ക് ചായക്കൊക്കെ ഇതുപോലത്തെ ചെറിയ കടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്സും കൂടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും അരിപ്പൊടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്സും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളതിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെ ഈസിയായിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്